തോമസ് മാഷെ, നമ്മൾ ഈ അമേരിക്ക ഇസ്രയേൽ ബന്ധം എക്കാലത്തും പറയാറുണ്ട്. അമേരിക്ക പറഞ്ഞാൽ ചിലപ്പോൾ ഇസ്രയേൽ കേൾക്കാറുമില്ല. എന്നാൽ ഇസ്രയേലിന് വേണ്ടുന്ന എല്ലാം അമേരിക്ക ചെയ്തു കൊടുക്കും. ഇപ്പോൾ ടർക്കിഷ് വംശജയായ ഒരു അമേരിക്കൻ സിറ്റിസൺ വെസ്റ്റ് ബാങ്കിലെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. അമേരിക്ക അത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇസ്രയേലിനോട് പ്രത്യേകിച്ച് പണക്കമൊന്നുമില്ല. ഇസ്രയേലിനെ എന്തു വന്നാലും ഇങ്ങനെ അന്ധമായി അമേരിക്ക സപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? അതെ, അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള പോലെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നൊക്കെ പറയില്ലേ, ഏത് സാഹചര്യത്തിലും അമേരിക്ക ഇസ്രായേലിൻ്റെ ഒപ്പമുണ്ട്. നീ ഉടുത്തില്ലേലും ഉടുപ്പിക്കണമെന്ന് പറയുന്ന പോലെ അല്ലേ? ഉടുപ്പിച്ചേരിക്കുള്ളൂ, ഇസ്രായേലിനെ ഉടുപ്പിച്ചേരിക്കുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ലോകത്തിന് മുഴുവനും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ തൊട്ട് കാണാൻ പറ്റിയ സ്നേഹം അവർ തമ്മിലുള്ളത്. 1948 ഇസ്രായേൽ ഫോം ചെയ്ത് UN ഡിക്ലറേഷൻ വന്ന് 11 മിനിറ്റിനുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ഇസ്രായേലിനെ അങ്ങ് അംഗീകരിച്ചു. 11 മിനിറ്റ് ഓൺലി 11 മിനിറ്റ്സ് എന്നുള്ളിൽ അംഗീകരിച്ചു. അന്ന് തൊട്ട് ഇവർ തമ്മിൽ അതിഭയങ്കരമായ സ്നേഹമാണ്. ചിലപ്പോൾ ചില സമയത്ത് ഡൊണാൾഡ് ട്രംപൊക്കെ ഒന്ന് പ്രസംഗിക്കുന്നതാക്കാം, ഐ ലവ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് ഇങ്ങനെ സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നെതന്യാഹു അമേരിക്കയിൽ പോയി കഴിയുമ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, വി ആർ യു ആൻഡ് യു ആർ അസ് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഒരു ശരീരവും ഒരു ആത്മാവും പോലെയാണ് എല്ലാ കാര്യത്തിലും അവരുടെ കാര്യങ്ങളൊക്കെ. പിന്നെ എപ്പോഴും ഒരു ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുന്ന പോലെയാണ്. ഒന്നിനും ഒരു പഞ്ഞുമില്ല. അതെ, എന്ത് വേണമെങ്കിലും പിടിച്ചോ. പിന്നെ അതുമാത്രമല്ല, ഇവർ തമ്മിൽ ഇങ്ങനെ ഇത്രയും അടുപ്പത്തിൽ പോകുന്നതിൻ്റെ കാരണമായിട്ട് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അവർ ഷെയർഡ് വാല്യൂസ് എന്നാണ് അവർ ഇതിൻ്റെ ഒരു ടേം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഇസ്രായേലിൽ ഡെമോക്രസി ഉണ്ട്, അമേരിക്കയിലും ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ഈ പല അതേപോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ദി പ്രസ്, അങ്ങനെ പല വാല്യൂസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാല്യൂ ആയിട്ട് അവർ ഷെയർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡെമോക്രസിയാണ്. അമേരിക്കയുടെ ഡെമോക്രസിയോട് താല്പര്യമാണ്, ഇന്ത്യയുടെ ഡെമോക്രസിയോട് താല്പര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലായിട്ടാണ് ഇസ്രായേലിൻ്റെ ഡെമോക്രസി അവർ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഡെമോക്രസി ആകാം, ദാറ്റ് ഈസ് എ ലക്ഷറി ദേ ക്യാൻ ഈസിലി അഫോർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ എ സ്ട്രോങ് കൺട്രി, എ പ്രോസ്പെറസ് കൺട്രി. അവർക്ക് ഡെമോക്രസി അല്ല എന്ത് വേണമെങ്കിലും ആകാം. അതേപോലെ അതുകൊണ്ട് ദാറ്റ് ഡെമോക്രസി ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഇസ്രായേലി ഡെമോക്രസി എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. പിന്നെ ഇന്ത്യയുടെ ഡെമോക്രസി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെമോക്രസി ഗ്രേറ്റ്. നമ്മളെപ്പോലെ ദരിദ്ര രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഇത്രയും സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുള്ള കൺട്രീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റിയലി ഗ്രേറ്റ്. പക്ഷേ ഇസ്രായേലിൻ്റെ അത്രയും വരുന്ന ഡെമോക്രസിയായിട്ട് അമേരിക്ക കാണുന്നില്ല. അല്ല, അത് ശരിയാണ് സാർ. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ വാറ് ഒക്ടോബർ 7 മുതൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുക. അവിടുത്തെ രാജ്യം ഒരു സർവകക്ഷി മന്ത്രിസഭ, യുദ്ധകാല മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും പ്രധാനമന്ത്രിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ കാര്യം ആലോചിക്കുന്നത്, BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ആര് ഭരിച്ചാലും ഇന്ത്യ മറ്റൊരു രാജ്യമായി യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ആ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയാൽ നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ ഡെമോക്രസി ആയാലും അമേരിക്കൻ ഡെമോക്രസി ആയാലും ഇസ്രായേലി ഡെമോക്രസിയുടെ അത്രയും പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുതന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത്. അത് മാത്രമല്ല, ഇസ്രായേൽ അവിടെ നിലനിൽക്കുന്ന പറഞ്ഞാൽ സച്ച് എ സ്മോൾ കൺട്രി വിത്ത് സച്ച് എ സ്മോൾ പോപ്പുലേഷൻ. നമ്മുടെ UP ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ UP എത്ര കൂടുതൽ പോപ്പുലേഷൻ. അതെ. അപ്പോൾ ഇസ്രായേൽ അത്രയും ചെറിയൊരു രാഷ്ട്രം, അത്രയും കുറവ് ജനസംഖ്യ, എന്നിട്ടും അവർക്കുള്ള ശത്രുക്കളുടെ എണ്ണം നോക്കിയാലോ, ചുറ്റിനും ശത്രുക്കളാണ്. ലോകം മുഴുവനും ശത്രുക്കൾ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ. അതെ, കേരളത്തിൽ കോഴിക്കോടൊക്കെ ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. മാത്രമല്ല, മോർ ദാൻ 50 കൺട്രീസ് ഉണ്ട് ഇസ്ലാം മജോറിറ്റി ആയിട്ടുള്ള കൺട്രീസ്. അവർക്കൊക്കെ ഇസ്രായേലിനോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കറിയാം, അത് പറയാനില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞിട്ട്, എപ്പോഴും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ അവർ തോറ്റുപോയി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, നശിപ്പിച്ചു കളയും, അവർ കടലിലേക്ക് ഒഴുക്കി കളയും. അത്രയ്ക്ക് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേലിന് ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഇവരോടുള്ള താല്പര്യം. ദിസ് ഷെയർഡ് വാല്യൂസ്, ആ ഷെയർഡ് വാല്യൂസിൽ പലതിലും ഇസ്രായേൽ അമേരിക്കയെക്കാളും
ഒരു സ്റ്റെപ്പ് ഫർദർ പോയിരിക്കുന്ന ഡെമോക്രസി ഡെമോക്രസിയുടെ കാര്യത്തിൽ. അപ്പോൾ അതാണ് ഷെയർഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം സ്ട്രാറ്റജിക് ഡിസയറാണ്, യുദ്ധതന്ത്രപരമായ ചില താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക നോക്കുമ്പോൾ ഇസ്രായേലിന് ഓഫ് കോഴ്സ് അവർക്ക് എന്തുവാണെങ്കിലും സഹായം കിട്ടുന്നു, വലിയ വലിയ സഹായങ്ങൾ കിട്ടുന്നു, അത് വേറൊരു കാര്യം. പിന്നെ അമേരിക്ക നോക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവർ പറയുന്നത് ലാൻഡഡ് എയർക്രാഫ്റ്റ് കാരിയർ എന്നാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ അമേരിക്കയ്ക്ക് ഇഷ്ടംപോലെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്, ന്യൂക്ലിയർ സബ്മറീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെള്ളത്തിൽ കിടക്കാണ്, വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ആണ്. പക്ഷേ കരയിൽ എയർക്രാഫ്റ്റ് കാരിയറായിട്ടാണ് അവർ ഇസ്രായേലിനെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കും ഇസ്രായേൽ. ഇപ്പോൾ ഉദാഹരണത്തിന് 1982 ബെയ്റൂട്ടിൽ അമേരിക്കൻ പട്ടാളക്കാർ, ഫ്രഞ്ച് പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അബൌട്ട് 200 പീപ്പിളിനെ അവിടെ ടെററിസ്റ്റ് അറ്റാക്കിൽ കൊന്നളഞ്ഞു. അന്ന് റൊണാൾഡ് റേഗനാണ് പ്രസിഡന്റ്. റേഗനാണെങ്കിൽ ഇങ്ങനെ ഇത് സഹിക്കില്ല, ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അവിടെ അമേരിക്കൻ പട്ടാളത്തെ കൊണ്ടുപോകാതെ അമേരിക്കയും ഇസ്രായേലുമായിട്ടൊരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ഇവരെ ആക്രമിച്ചു, ഈ ലെബനോണ്. എന്നിട്ട് അവർക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ആ പ്രതികാരം തീർക്കാനുള്ളത് ആ വഴിക്ക് തീർത്തു. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ത്രൂ തിക്ക് ആൻഡ് തിൻ ഇസ്രായേലും അമേരിക്കയായിട്ട് ഏത് സാഹചര്യത്തിലും അവർക്ക് പരസ്പരമായ സഹകരണം ഈ സ്ട്രാറ്റജിയുടെ കാര്യത്തിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ അയൺ ഡോമിൻ്റെ പിന്നിലുള്ളത് അമേരിക്കയാണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. പിന്നെ ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റ്, ലേറ്റസ്റ്റ് മിസൈൽസ്, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നേറ്റോയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെ അത് ഇസ്രായേലിനും കൊടുക്കണം. പിന്നെ നമുക്കും ചില മെച്ചങ്ങളുണ്ട്. ചില എമർജൻസി ഘട്ടത്തിൽ ഈ നേറ്റോയ്ക്ക് മാത്രം കിട്ടുന്ന സാധനങ്ങൾ നമുക്കും കിട്ടും. നേറ്റോ തന്നിട്ടല്ല അമേരിക്ക തന്നിട്ട് ഇസ്രായേൽ വഴി കിട്ടും. അങ്ങനെ ഒരു മെച്ചം കൂടി നമുക്കുണ്ട്. അത് അങ്ങനെ വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആ രീതിയിൽ അവർ തമ്മിൽ ഉണ്ട്, അവർ തമ്മിൽ യോജിപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് കിട്ടുന്നതിന് കണക്കില്ല. അമേരിക്ക വേറൊരു രാജ്യത്തിന് ഇത്രയും സപ്പോർട്ട് കൊടുക്കാറില്ല. അതായത് അമേരിക്ക കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $3.8 ബില്യൺ പെർ ഇയർ. ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ. അതിന് വേറെ വിത്തൗട്ട് റൈം ഓർ റീസൺ പിടിച്ചോ $3.6 ബില്യൺ. 3.6 എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. പക്ഷേ ഡോളർ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്ത് ബില്യൺസ് കോടിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബി മൈൻഡ് ബോഗ്ലിംഗ്, ഭയങ്കര ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പണം എപ്പോഴും കിട്ടും. മാത്രമല്ല $260 ബില്യൺ ഈ ഇസ്രായേൽ ഫോം ചെയ്തതിന് ശേഷം ഇതിനകം കൊടുത്തിരിക്കുന്നത് അതായത് $260 ബില്യൺ ആണ് ഇപ്പോൾ ഓൾ ടുഗദർ അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്ത് സഹായം വേണമെങ്കിലും, എത്ര സാമ്പത്തിക സഹായം വേണമെങ്കിലും അമേരിക്ക ചെയ്യും. മറ്റൊരു രാജ്യം ഇതേപോലെ ഇത്ര സാമ്പത്തിക സഹായം ആർക്കും കൊടുക്കില്ല. അത് തന്നെയല്ലേ ഈ കൊടുത്തേക്കണതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് ഇസ്രായേലിനാണ്. ഇസ്രായേലിന് ഇതിൽ കൂടുതൽ ആരെന്ത് ചെയ്യാനാണെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് അമേരിക്ക. അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ വേറെ ചില റിലീജിയസ് റീസൺസ് ഉണ്ട്. അവിടെ എനിക്കൊരു സംശയം, ഞാൻ എൻ്റെ ഒരു ലേമാൻ സ്റ്റാൻഡിൽ ഞാൻ ചോദിക്കാം. അതായത് ഈ ജ്യൂസ് ആണല്ലോ ഇസ്രായേൽസ്, അമേരിക്ക, US ക്രിസ്ത്യൻ. അപ്പോൾ ക്രൈസ്റ്റിനെ ചതിച്ചത് ജ്യൂസ് അല്ലേ? ക്രൈസ്റ്റിനോട് അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ ഈ അപ്പോൾ ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇസ്രായേലിനെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയണ്ട, നിങ്ങളുടെ കർത്താവിനെ കൊന്നവർ ജൂതന്മാരാണ്, നിങ്ങൾ എന്തിനാണ് ഈ ജൂതന്മാരെ സഹായിക്കുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോലും വന്നിട്ട് അങ്ങനെ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ജൂതന്മാരെ പറ്റി ബൈബിളിലൊക്കെ പറയുന്ന ഗോഡ്സ് ചോസൺ പീപ്പിൾ, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇസ്രായേലിന് അവർ വാഗ്ദത്ത ഭൂമി, പ്രൊമിസ്ഡ് ലാൻഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയ്ക്കും കൂടി ക്രിസ്ത്യൻസിൻ്റെ ചിന്ത പോകും. അപ്പോൾ ക്രിസ്ത്യൻസിൽ തന്നെ വേറെ ചില ഗ്രൂപ്പുകളുണ്ട്. അതായത് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്. അവർക്ക് തന്നെ എവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയും. ഈ എവാഞ്ചലിസ്റ്റ് ഭയങ്കര ഹാർഡ് കോർ ക്രിസ്ത്യൻസാണ്. നമ്മളിവിടെ കാണുന്ന ഈ കാത്തലിക്സ്, ഞാനൊക്കെ കാത്തലിക്കാണ്, ഞങ്ങളൊക്കെ വിശ്വാസത്തിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ എം എ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ, ഞാൻ ക്രിസ്ത്യൻ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, മറ്റവരുടെ അങ്ങനെയല്ല. അവരതങ്ങോട്ട് ഈ ബൈബിളിൽ കാണുന്നതെല്ലാം മുഴുവനും അതേപടി വിശ്വസിക്കും, ഒരു വ്യത്യാസവും അതിൽ പിന്നെ ചിന്തിക്കാനില്ല. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഈ 25% ഉണ്ട് അവർ അമേരിക്കൻ പോപ്പുലേഷൻ്റെ എവാഞ്ചലിസ്റ്റ്. അപ്പോൾ അവരാണ് ഈ കൺവേർഷനും മറ്റു കാര്യങ്ങളൊക്കെ. അതെ, നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റൽ മേഖലയിലൊക്കെ ഇവരാണ്. നോർത്തിലൊക്കെ ഇവരുമായിട്ടാണ് പ്രശ്നം. ഇവരായിട്ട് പ്രശ്നം. കാരണം ഇവർ വളരെ അഗ്രസീവായിട്ട് കൺവേർഷൻ കാര്യത്തിലൊക്കെ. പിന്നെ
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹിന്ദുക്കളൊക്കെ വേണമെങ്കിൽ കുറ്റം പറയും അവിടെ ഉള്ളവർ. ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ പറയില്ല. പക്ഷേ ഇങ്ങനെ ചില ഗ്രൂപ്പുകളുണ്ട്. പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകളൊക്കെ കുറച്ച് വോക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവും, ചിലപ്പോൾ അടിയും കിട്ടും, അത് വേറെ പ്രശ്നം. അപ്പോൾ അങ്ങനെ എവാഞ്ചലിക്കൽസ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാർഡ് കോർ ക്രിസ്ത്യൻസാണ്. അത് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് അമേരിക്കക്കാർക്ക് പൊതുവിൽ ഈ ഹോളോകോസ്റ്റിൽ ഒരു ഭയങ്കരമായിട്ട് സഫർ ചെയ്തതാണ്. 6 മില്യൺ ജ്യൂസിനെ കൊന്നിരിക്കുന്നതാണ്. അതിൻ്റെ കെയർ ഓഫിൽ വളരെ ഒരു സിമ്പതി ഇവരോടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ റിലീജിയസ് ഗ്രൗണ്ടിലും ഇവരോട് സിമ്പതിയുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലതരം ലോബികളുണ്ട്. ഈ ജൂതന്മാരുടെ കുറേ ലോബികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് AIPC എന്ന് പറഞ്ഞിട്ടാണ്, അമേരിക്ക ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ജൂതന്മാരെ ഫേവർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് അവർ സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് ഏത് ആൾക്കാരാണ് ജൂതന്മാർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് റേസ് ചെയ്യും, പബ്ലിസിറ്റി നടത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ AIPC എന്ന് പറയുന്ന, അതായത് അമേരിക്ക ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി, ഭയങ്കര സ്ട്രോങ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ഈ ജൂതന്മാർക്ക് വേണ്ട എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കും. അവർക്ക് വളരെയധികം സ്വാധീനം അവിടെയുണ്ട്. അപ്പോൾ വേറെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അവർക്ക് ഡൊണാൾഡ് ട്രംപിനെ ആയിരിക്കും ഇഷ്ടം. വേറെ ആര് വന്നു കഴിഞ്ഞാലും ഡൊണാൾഡ് ട്രംപിനെ. കാരണം ഡൊണാൾഡ് ട്രംപ് ആരോടാണ് സപ്പോർട്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ ഡിബേറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ കമലാ ഹാരിസ് പുള്ളിക്കാരനെ ഒന്ന് അടിച്ചിരുത്തണ പോലെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ട്രംപ് പറഞ്ഞത്, ഈ കമല വന്നു കഴിഞ്ഞാൽ ഉടനെ ഇസ്രായേൽ ഇല്ലാതെയായി പോകും, ഈ കക്ഷി നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ജൂതന്മാർക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് ട്രംപിന് നല്ല ഒരു ട്രംപ് കാർഡാണ്. ഇതെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഭയങ്കര ചലനം ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാരണങ്ങളാണ് ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഈ പറഞ്ഞ ബന്ധം. അല്ല, ഇത് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇസ്രായേൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും. ചെയ്യരുതെന്ന് പറഞ്ഞാലും ഇസ്രായേൽ കേൾക്കില്ല. നമ്മുടെ വീട്ടിലെ ഒരു ഇളയ കുട്ടി എടാ നീ ഓടരുതെന്ന് പറഞ്ഞാൽ അവന് ഓടി വീഴുമ്പോൾ എന്നാ നീ പറയാതെ ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു വഴക്കൊക്കെ പറയും. എന്നാലും എടുത്തുകൊണ്ട് വന്ന് ഓമനിച്ച് മരുന്നൊക്കെ വെച്ച് കൊടുക്കും. പക്ഷേ അമേരിക്ക ഇസ്രായേലിനോട് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അതായത് ഈ മിലിറ്ററി സപ്പോർട്ടായാലും ഫിനാൻഷ്യൽ സപ്പോർട്ടായി കഴിഞ്ഞാലും ബാക്കി എവിടെയെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഡിഫെൻസീവ് പർപ്പസിന് മാത്രമേ പാടുള്ളൂ എന്ന് ഉണ്ട്. അതേപോലെ ഈ ഇവർ തരുന്ന കാര്യങ്ങൾ എല്ലാം അമേരിക്കയുടെ താല്പര്യപ്രകാരം അനുവാദത്തോടു കൂടിയൊക്കെ ചെയ്യാവുന്നേ പറ്റുള്ളൂ. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഇപ്പോൾ ഗാസ വാറിൽ എന്തെല്ലാം പറഞ്ഞു അമേരിക്കയുടെ ബാലഗോപാലനാണ് ഇസ്രായേൽ. എണ്ണ ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഓമനപുത്രനെ പരിപാലിച്ച് പരിലാളിച്ച് അമേരിക്ക നിൽക്കും. അതുകൊണ്ട് ലോകത്ത് ആർക്കും ഇസ്രായേലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ രഹസ്യം പറയട്ടെ, ഐ ലവ് ഇസ്രായേൽ. നമുക്കൊക്കെ ഇഷ്ടം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.